ഈ വീഡിയോയിൽ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക, ഇപ്പം ഖത്തറും കൂടെ അതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാഖിൽ, ബഹ്റൈനിൽ ഇവിടെ എല്ലാം തന്നെ മിസൈലുകളുടെ മഴ തന്നെയാണ് ഇറാൻ തൊടുത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഖത്തർ US-ൻ്റെ ബേസുകളെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ ആ രാജ്യങ്ങൾക്കെതിരെയൊക്കെ മിസൈൽ വിടുകയാണ്. കാരണം ഈ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രാജ്യങ്ങളാണ്. അപ്പോൾ ഈ ചെറിയ രാജ്യങ്ങളിൽ ഈ മിസൈലുകൾ പോകുമ്പോഴത്തേക്കും ഏത് രീതിയിലാണ്, ഒന്നാമത് ഇറാൻ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യത്തിന് പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് നടത്താൻ അറിയില്ല. അവരൊരു എൻറ്റയർ റീജിയൻ ടാർഗറ്റ് ചെയ്താണ് വിടുന്നത്. അപ്പോൾ ഇതിൽ ഈ അൽ ഉദൈദ് എന്ന് പറഞ്ഞ ഈ ഒരു ബേസ് മാത്രം എങ്ങനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഖത്തറിൽ വേറെയും പല സ്ഥലങ്ങളിലും മിസൈൽ വന്ന് പതിക്കുന്നതായിട്ടുള്ള വീഡിയോകളെല്ലാം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മോളുകളിലുള്ളിൽ ഈ മിസൈലുകളുടെ സൗണ്ട് കേട്ട് മോളിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ നിലവിളിയാണ്, കൂട്ടം നിലവിളി. ഇത് വല്ലാത്തൊരു ഭയാനകമായിട്ടുള്ള ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ അതായത് മിഡിൽ ഈസ്റ്റിലുള്ള നമ്മളുടെ സുഹൃത്തുക്കളെല്ലാം തന്നെയും സുരക്ഷിതമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ആ രീതിയിലാണ് സിറ്റുവേഷൻസ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളും ഓരോ അരമണിക്കൂറിലും ഓരോ 30 മിനിറ്റ്സിലും പുതിയ വാർത്തകൾ വരുന്ന ഒരു സിറ്റുവേഷനാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതുപോലെ ഞാൻ 2-3 വീഡിയോ ക്ലിപ്സ് ഒക്കെ സൈഡിൽ വെക്കാം. അതുപോലെ ഏത് സ്ഥലത്തുള്ളതാണെന്നുള്ളത് ഞാൻ എഴുതി കാണിക്കുകയും ചെയ്യാം. ത്രൂ ഔട്ട് വളരെ ഫോക്കസ് ആയിട്ട് നോക്കി കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇറാഖിലെ ഷിയാക്കൾ നടത്തുന്ന ആഘോഷം, അതായത് ഈ ഇറാൻ 2-3 മിസൈൽ ഖത്തറിന്റെ ഉള്ളിൽ പതിപ്പിച്ചു എന്നതിന്റെ പേരിൽ ഇറാന്റെ ഉള്ളിൽ ജനങ്ങളൊന്നുമില്ല, കുറെ ആൾക്കാർ ബൈക്കും കാറും ഒക്കെ എടുത്തുകൊണ്ട് സെലിബ്രേഷൻ ഇറാന്റെ ഉള്ളിൽ. അതായത് ഈ IRGC റെജീമിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ മത തീവ്രവാദികളായിട്ടുള്ള ചിന്താഗതിയിലുള്ള ആൾക്കാർ ഈ രീതിയിലുള്ള ആഘോഷം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടാവാം, ഇല്ലാന്നില്ല. പക്ഷെ അതേസമയം ഇറാഖിന്റെ ഉള്ളിൽ പ്യൂറായിട്ട് ഷിയാക്കൾ തന്നെയാണ് ആഘോഷം. ഷിയ ആഘോഷം നിങ്ങൾക്ക് അറിയാമല്ലോ, റാത്തീബ് സ്റ്റൈൽ ആഘോഷമാണ്. ആ രീതിയിൽ അവർ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതായത് ഇറാൻ 2-3 മിസൈൽ വിട്ടതിനാണ് ഈ ഒരു ആഘോഷം. ഇതേസമയം ഇസ്രായേൽ ഇന്നലെ രാവിലെ മുതൽ, അതായത് തിങ്കളാഴ്ച ത്രൂ ഔട്ട്, ഈ മൺഡേ എന്ന് പറഞ്ഞത് തെഹ്റാൻ അഥവാ ഇറാൻ IRGC ഒരു കാലത്തും മറക്കാത്ത രീതിയിലുള്ള ആക്രമണം, ആ രീതിയിലുള്ള അറ്റാക്കാണ് ഇസ്രായേൽ കാഴ്ചവെച്ചത്. അതായത് തുടരെ ഇസ്രായേലിനുള്ളിൽ ഇങ്ങനെ മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ ശക്തമായി റിറ്റാലിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അതിലുപരിയായിട്ട് ഇറാൻ US-ന്റെ ഈ ഫോർദോ, നറ്റാൻസ്, ഇഷ്ഫഗാൻ ആക്രമണം നടത്തിയതിന് പ്രത്യാക്രമണം എന്നുള്ള നിലയിൽ ഇവർ റിറ്റാലിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഒരു വിഷയം അറിഞ്ഞതോടുകൂടിയാണ് ഇസ്രായേൽ തലങ്ങ് വിലങ്ങും അടിച്ചിട്ട് 2 ദിവസത്തിൽ ഇറാന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി തരാം എന്നുള്ളത് ബെഞ്ചമിൻ നെതന്യാഹു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പുറത്തുവിട്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇറാൻ ഒരു സൈഡിൽ ആക്രമണം നടത്തുന്നുണ്ട്. അതിന് മുമ്പേ നമുക്ക് 2-3 കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇത് IDF സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിന്റെ വ്യക്തമായ വീഡിയോ ഫൂട്ടേജസ് ഇനി വരും ദിവസങ്ങളിലായിരിക്കും അവർ റിലീസ് ചെയ്യുന്നത്. IDF ഏതൊക്കെ സ്ഥലങ്ങളാണ് ആക്രമണം നടത്തിയത്, ഇറാന്റെ ഉള്ളിൽ തച്ച് തകർത്ത് കളഞ്ഞത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി പോവാം. അപ്പോൾ അതിനകത്ത് ഏതാണ്ട് 5 എയർപോർട്ടുകൾ അടിച്ചിട്ടുണ്ട്. ഈ 5 എയർപോർട്ടുകൾ ഞാനിത് മാപ്പിൽ ഇവിടെ കാണിക്കാം. ഈ മാപ്പിൽ കാണിക്കുന്ന ലൊക്കേഷൻ, ഈ ലൊക്കേഷനിൽ കാണിക്കുന്ന 5 എയർപോർട്ടുകളാണ് അടിച്ചിരിക്കുന്നത്. ഈ എയർപോർട്ടുകളിൽ റൺവേ എല്ലാം തകർത്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് വലിയ തോതിൽ ഇറാന്റെ ഉള്ളിൽ ഫൈറ്റർ ജെറ്റുകളും ഈ എയർബേസുകളിലൊന്നും വലുതായിട്ടൊന്നും നിർത്തി വെച്ചിട്ടില്ല. കാരണം അവരുടെ അടുത്ത് ഇല്ല, അത് തന്നെയാണ് വാസ്തവം. ഒരു F-14, ഒരു F-5, ഒരു AH-1 കാറ്റഗറിയിൽ വരുന്ന 3 ഫൈറ്റർ ജെറ്റുകളാണ് ഇറാന്റെ ഉള്ളിൽ ഇസ്രായേൽ ഡിസ്ട്രോയ് ചെയ്തത്. അതിന്റെ ഫൂട്ടേജസ് ഒക്കെ IDF റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ മാപ്പിൽ കാണുന്ന ടബ്രീസിലെ എയർപോർട്ട് തച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഹമേദ എന്ന് പറഞ്ഞ ആ സ്ഥലത്തുള്ള എയർപോർട്ട്, അതിന്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഞാൻ ആരോ മാർക്കറ്റ് കാണിക്കാം, ഡെസിഫുൾ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം. ഇതിന് ആരോ മാർക്കറ്റിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു, കാരണം ഇതൊരു ചെറിയ ഇമേജ് ആണ്. നിങ്ങൾക്ക് തന്നെ ഒരു 5 സ്ഥലം കൃത്യമായിട്ട് വായിച്ചു പോകാന്നേ ഉള്ളൂ. 4-മതായിട്ട് ഷാഹിദ് ബെൽത്രിയാരി എന്ന് പറഞ്ഞ ആ ഒരു എയർപോർട്ടും അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അഞ്ചാമത് ആ കോർണറിലുള്ള മഷാദ് എയർപോർട്ട്. മഷാദ് എയർപോർട്ടൊക്കെ ഇതിന് മുമ്പും ഒരു ദിവസം അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. മഷാദ് എയർപോർട്ടിന്റെ തൊട്ടടുത്ത് അവിടെ വെച്ചിട്ടാണ് ഒരു ഇന്റലിജൻസ് ചീഫ് ഓഫീസറെ ഇസ്രായേൽ വധിച്ചിരുന്നത്. അതിലുപരിയായിട്ട് ഇപ്പോൾ ആ ഒരു എയർപോർട്ട് തന്നെ അറ്റാക്ക് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ എയർപോർട്ടുകളിലെല്ലാം തന്നെ എയർബേസും കൂടി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ IRGC എന്ന് പറഞ്ഞ ആ ഒരു റെജീമാണ് ഇത് നടത്തുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ IRGC എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് എന്ന് വിളിക്കപ്പെടുന്ന ആ പേരിൽ പ്രവർത്തനം നടത്തുന്ന ഒരു പറ്റം തീവ്രവാദ സംഘങ്ങളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇവരാണ് ഈ പ്രോക്സികളെ വെച്ച് ഈ രീതിയിൽ ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേപോലെ ഇറാഖിന്റെ ഉള്ളിൽ ഒരു പറ്റം പ്രോക്സി ഗ്രൂപ്പ്, ഇറാഖിന്റെ ഉള്ളിലാണെങ്കിൽ ഒരു പറ്റം മിലീഷ്യ പ്രോക്സി ഗ്രൂപ്പുകൾ, അതൊന്നും പേരെടുത്ത് പറയാൻ പറ്റത്തില്ല, ആ രീതിയിലുള്ള പേരുകളാണ്, പല പേരുകളിലുണ്ട്. ആ രീതിയിൽ പിന്നെ സിറിയയ്ക്കുള്ളിൽ ഈ രീതിയിൽ പല പ്രോക്സികളെയും വെച്ച് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നടന്നിരുന്ന ടീമാണ് ഈ IRGC. ഇത് ഇത്തരം എയർപോർട്ടുകൾ തിങ്കളാഴ്ച രാവിലെ തച്ച് തകർത്തതാണ്. ഇനി എയർപോർട്ടുകളല്ലാതെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് എന്നുള്ള രീതിയിൽ വിളിക്കപ്പെടുന്ന IRGCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നിർണായകമായിട്ടുള്ള ചില ഓഫീസുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ആ ഓഫീസുകളിൽ ഒരു കമാൻഡ് സെന്റർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഈ കമാൻഡ് സെന്റർ എന്ന് പറയുന്നത് IRGCയുടെ ഇന്റർണൽ സെക്യൂരിറ്റി വിങ്ങിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഓഫീസാണ് ഈ ഒരു കമാൻഡ് സെന്റർ. ആ കമാൻഡ് സെന്റർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തെഹ്റാനിലാണ്.
അതുപോലെ തന്നെ IRGCയുടെ ബാസ്ജി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഹെഡ് ക്വാർട്ടേഴ്സ്, ഈ ബാസ്ജി എന്ന് പറഞ്ഞ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ വീഡിയോ ഞാൻ കാണിക്കാം. ആ ഹെഡ് ക്വാർട്ടേഴ്സ് കരിഞ്ഞ് പുകഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ആ രീതിയിലുള്ള അറ്റാക്കാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 1-2 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ മൊത്തത്തിൽ പുകമയമാണ്. ആ രീതിയിൽ അറ്റാക്ക് ചെയ്ത് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഈ ഒരു ബാസ്ജി എന്ന് പറഞ്ഞ ആ സ്ഥലത്തുള്ള ഹെഡ് ക്വാർട്ടേഴ്സ്. ഈ ഹെഡ് ക്വാർട്ടേഴ്സ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ IRGCയുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആരെങ്കിലൊക്കെ ഡിസിപ്ലിൻ ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ, മതപരമായുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് ഈ സ്ത്രീകൾ മുടി പുറത്ത് കാണിക്കുന്നത്, അതുപോലെ തന്നെ ആണുങ്ങൾ അവരുടെ വസ്ത്രധാരണയിൽ ശ്രദ്ധിക്കാത്തത്, ഈ രീതിയിലുള്ള ചില മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഈ ആൾക്കാർ ഇടപെട്ടുകൊണ്ട് ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൽ, ഈ ബാസ്ജി എന്ന് പറഞ്ഞ ആ സ്ഥലത്തുള്ള ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഇവരെ കൊണ്ടുപോകുന്നതും എൻക്വയറി ചെയ്യുന്നതും. അതേപോലെ കുറച്ച് വയസ്സായ ആൾക്കാരുണ്ടാവുമല്ലോ, ആ വയസ്സായ ആൾക്കാർ പബ്ലിക്കിൽ ഏതെങ്കിലും ആൾക്കാർ മതപരമായ രീതിയിലുള്ള ആചാരങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കും പോയി ഇവിടെ റിപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് അതിന്റെ പേരിൽ ഇവർ വന്ന് ആ പർട്ടിക്കുലർ സ്പെസിഫിക് വ്യക്തിക്കെതിരെ ആക്ഷൻ എടുക്കും. അങ്ങനെ ഒരു റിലീജിയസ് കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടാണ് ഈ ഒരു ബാസ്ജി ഹെഡ് ക്വാർട്ടേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഇന്ന് ഇസ്രായേൽ പുകച്ചു കളഞ്ഞിരിക്കുന്നത്, അങ്ങനെ വേണം പറയാൻ. കാരണം ആ രീതിയിലാണ് പുകച്ചു കളഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അൽ ബോർസ് കോർപ്പ് എന്ന് പറഞ്ഞ, കോർപ്പ് എന്ന് പറയുമ്പോൾ ഒരു പോലീസ് സിസ്റ്റം പോലെയാണ്. അപ്പോൾ അൽ ബോർസ് എന്ന് പറഞ്ഞ ആ ഒരു സെന്ററാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഓവർസീസ് മിലിറ്ററി ഓപ്പറേഷൻ ആണ്. അതായത് മിലിറ്ററി ഓപ്പറേഷൻസ് എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ ഓവർസീ എന്ന് പറഞ്ഞാൽ അതിന്റെ മേൽനോട്ടം കാര്യങ്ങളൊക്കെ നോക്കുക. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, അത് തന്നെയാണ് ഈ ഒരു അൽബോർസ് കോർപ്പ് എന്ന് പറയുന്നത്. ആ കോർപ്സിന്റെ ഓഫീസും അടിച്ച് പറത്തി കളഞ്ഞിരിക്കുകയാണ്. താർ അല്ലാ കമാൻഡ് ഓഫീസ്, ഈ താർ അല്ലാ കമാൻഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഡിഫൻസിന്റെ ഇന്റർണൽ ആയിട്ടുള്ള വിഷയങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ ഡിഫൻസിൽ തന്നെയുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമാൻഡ് സെന്റർ പ്രവർത്തിക്കുന്നത്. ആ കമാൻഡ് സെന്ററും അടിച്ച് തൂഫാനാക്കി കൈ കൊടുത്തിട്ടുണ്ട്. അതിനടുത്തത് ഹോംലാൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഇന്റർണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടുള്ള സയ്യദ് അൽ സുഹദ കോപ്സ് എന്ന് പറഞ്ഞ് ഒരു വിങ് ഉണ്ട്, സയ്യദ് അൽ സുഹദ കോപ്സ്. അപ്പൊ ഇവരും ഒരു പോലീസ് സെറ്റപ്പ് തന്നെയാണ്. അപ്പൊ ആ ഒരു ഓഫീസും കൂടി ഇസ്രായേൽ അടിച്ചിട്ടുണ്ട് ഇന്നലെ. ഇതെല്ലാം തിങ്കളാഴ്ച നടത്തിയിരിക്കുന്ന വിഷയങ്ങളാണ് കേട്ടോ. അതായത് നമ്മുടെ ടിവിയിൽ ഇസ്രായേൽ തകർത്ത് വെച്ച് ആക്രമണം ചെയ്തു, അവിടെ അടിച്ചു ഇവിടെ അടിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർ ഒറ്റ ലൈനിലൊക്കെ പറഞ്ഞു പോവാണ്. പക്ഷേ ഇസ്രായേൽ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് പ്രിസൈസ് അറ്റാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രിസൈസ് അറ്റാക്ക് നടത്തിയ സ്ഥലങ്ങളുടെ പേരാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 6ാമത് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇന്റലിജൻസിന്റെ ഓഫീസ് തകർത്തിട്ടുണ്ട്. ഇതും തെഹ്റാനിൽ തന്നെയാണ്, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇന്റലിജൻസ്. ചുരുക്കി പറഞ്ഞാൽ തെഹ്റാന്റെ ഉള്ളിൽ നിന്നല്ല, ഇറാന്റെ ഉള്ളിൽ IRGC എന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പേര് കണ്ടാൽ ഇസ്രായേൽ അടിച്ചിരിക്കും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയും സ്ഥലങ്ങൾ, ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ 6-7 സ്ഥലങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞു, അതിൽ പ്ലസ് ഒരു 5 എയർപോർട്ട്, ഇത്രയും കാര്യങ്ങൾ, 10-11 സ്ഥലങ്ങൾ വളരെ നിസ്സാരമായിട്ട് വിതിൻ അവേഴ്സിൽ അടിച്ച് പിറക്കി തൂത്ത് കളഞ്ഞിട്ട് വരുന്നതാണ് ഇസ്രായേലിൻ്റെ IDF ഫോഴ്സ്. ഈ IDF ഫോഴ്സിൽ മിക്കതും ലേഡീസാണ് കേട്ടോ. ഈ ലേഡീസാണ് ഈ അറ്റാക്ക് മൊത്തം നടന്നത്. ഇസ്രായേലിലെ ട്രെയിൻ ചെയ്ത ലേഡി പൈലറ്റുകളാണ് ഈ പ്രവൃത്തി മൊത്തം ചെയ്യുന്നത്. ഈ ഇത്രയും ബ്രേവ് ആയിട്ട് പോയിട്ട് ഇവർ വളരെ പക്കായിട്ട് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഇവരുടെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇവർ ആ പറഞ്ഞ ടൈമിൽ തന്നെ ഇവർ ബാക്ക് ടു ദ പൊസിഷനിലേക്ക് വരുന്ന ആ ഒരു കഴിവുള്ള ആൾക്കാരാണ് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇസ്രായേലിന് റെജീം ചേഞ്ചിനോട് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതും, ഇസ്രായേൽ ആണോ ഈ റെജീം ചേഞ്ചിന് സാഹചര്യം ഒരുക്കുന്നത് അല്ലെങ്കിൽ വഴിയൊരുക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഇസ്രായേൽ ഈ ഒരു ഇറാന്റെ മേളിൽ നടത്തുന്ന ഈ ഒരു ഓപ്പറേഷൻ ഇട്ടിരിക്കുന്ന പേര് റൈസിംഗ് ലയൺ. ഈ റൈസിംഗ് ലയൺ എന്ന് പറഞ്ഞാൽ, ഈ ലയൺ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാലോ, ഇതിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ബാബിലോണിയയുടെ സിമ്പിളാണ് ലയൺ എന്ന് പറയുന്നത്. ഈ പണ്ടത്തെ ബാബിലോണിയ ഇരുന്ന സ്ഥലമാണ് ഈ പേർഷ്യ എന്ന് പറയുന്നത്. ഈ പേർഷ്യൻ എംപററിന്റെ ആ ഒരു സിമ്പിൾ തന്നെയാണ് ഈ ഒരു ലയൺ. ഇപ്പം ഈ ലയൺ ഉള്ള ഫ്ലാഗ്, അതായത് ഇറാന്റെ കറക്റ്റ് സെയിം 3 കളറുള്ള ഫ്ലാഗ് തന്നെയാണ്. ആ ഫ്ലാഗിൽ ഇപ്പം ഈ IRGC റെജീം വന്നിട്ട് അവർ മതപരമായിട്ടുള്ള ഒരു സിമ്പിൾ, അതായത് അതേപോലെ അഫ്ഗാനിസ്ഥാന്റെ ഫ്ലാഗിൽ ഉണ്ടായിരുന്ന സിമ്പിൾ, ഇതേപോലത്തെ സിമ്പിളുകളാണ് അവിടെ കൊണ്ടുവച്ചത്, പ്രതിഷ്ഠിച്ചത്. ആ സിമ്പിൾ മാറ്റിക്കൊണ്ട് ഇപ്പം അത് പഴയ ഷാ ഭരണകൂടത്തിന്റെ ആ ഒരു ഫ്ലാഗ്, ഷാ ഭരണകൂടത്തിന്റെ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഇതേ സെയിം 3 കളർ തന്നെയാണ്. പക്ഷേ അതിന്റെ ഒത്ത മധ്യത്തിൽ സിംഹത്തിന്റെ ആ ഒരു സിമ്പിൾ ഉണ്ട്. അതായത് റൈസിംഗ് ലയൺ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ഈ ഒരു ഇറാൻ മിഷന് പേര് വെച്ചത് എന്തിനാണെന്ന് ഇപ്പം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആ ലയൺ ഫ്ലാഗുമായിട്ട്, അതായത് പഴയ ഷാ ഭരണകൂടത്തിന്റെ ലയൺ ഫ്ലാഗുമായിട്ട് ഒരു വ്യക്തി ഇറാൻ ഭരിക്കാൻ വേണ്ടിയിട്ട് കടന്നു വരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ കരുതി കൂട്ടി തന്നെയാണ് കരുക്കൾ നീക്കുന്നത്. അപ്പം അതുകൊണ്ട് ഉറപ്പിക്കാം ഏകദേശം ഈ IRGC ഭരണകൂടം ഏകദേശം നിലംപൊത്തുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇറാന്റെ IRGC റെജീം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ കയ്യിലുള്ള എല്ലാ അടവുകളും എടുത്ത് പ്രയോഗിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വൈകാതെ തന്നെ ഇത് നിലംപൊത്തും, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ യസിദ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇറാന്റെ ഉള്ളിൽ യസിദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മിസൈൽ സ്റ്റോറേജ് ഗോഡൌൺ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അതും കൂടെ നിങ്ങളൊന്ന് കാണുക. US തകൃതിയായിട്ടുള്ള മീറ്റിംഗുകൾ നടക്കുകയാണ്. കാരണം ഇവിടുത്തെ രാത്രി എന്ന് പറയുന്നത് അവിടുത്തെ ഡേ ആണ്. അപ്പോൾ അവിടെ ഡേ വളരെ ആക്റ്റീവ്.
വൈറ്റ് ഹൗസിൽ എമർജൻസി ബേസിസിൽ മീറ്റിംഗ് നടക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ നേരം വെളുക്കുമ്പം അമേരിക്കയുടെ രാത്രിയാണ്, ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മിഡിൽ ഈസ്റ്റ് തികച്ചും അനിശ്ചിതത്വത്തിലാണ്. ഖത്തറിന്റെ ഉള്ളിൽ അൽ ഉദൈദിലുള്ള US ബേസിൽ 3 മിസൈലുകൾ പതിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഇത് 3 തന്നെയാണോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പിന്നെ അതിലുപരിയായിട്ട് പൊതുജനങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ട മിസൈലുകളും വന്ന് വീഴുന്നുണ്ട്. IDF ഏതാണ്ട് 40 ഫൈറ്റർ ജെറ്റുകളുമായിട്ടാണ് പോയത് തിങ്കളാഴ്ചത്തെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അൺപ്രസിഡന്റഡ് അറ്റാക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് വെസ്റ്റേൺ മീഡിയാസ് തന്നെ, പിന്നെ അതിലുപരിയായിട്ട് അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് പോലത്തെ മാധ്യമങ്ങളൊക്കെ ഒരു ക്രിട്ടിസൈസ് ഉണ്ടായിരുന്നു. അതായത് ഫോർദോ പോലത്തെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്ലാന്റ് ഒക്കെ അതേപടി തന്നെ നിൽക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് ജനങ്ങൾക്ക് എന്തെങ്കിലും പൊതുവിൽ ഇങ്ങനെ വെളിയിൽ കാണാൻ കഴിയണം. അതായത് അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു എൻറിച്ച്മെന്റ് പ്ലാന്റ് ആണിത്. അപ്പോൾ അത് അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ് തകർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ വിചാരിച്ചു ഇനിയിപ്പം മുകളിലുള്ളത് എന്തെങ്കിലും തകർക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടെ തകർത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇസ്രായേൽ ഫോർദോയിലേക്ക് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്കാണ് ജസ്റ്റ് താഴെ ആ ഒരു ജയിൽ കണ്ടത്. താഴെ തെഹ്റാനിലുള്ള ആ ഒരു ജയിൽ കണ്ടത്. അപ്പോൾ ആ ഒരു ഏവിൻ ജയിൽ എന്ന് പറഞ്ഞ ആ ഒരു ജയിലിൽ പോകുന്ന വഴിക്ക് ഒരു മിസൈൽ അങ്ങ് തട്ടിയേക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടതാണ്. ആ ഗേറ്റിൽ തന്നെ കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്. ആ ഗേറ്റ് പൊളിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനി ഇപ്പം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഈ ജയിലിലുള്ളതെല്ലാം തന്നെ പൊളിറ്റിക്കൽ കുറ്റകൃത്യം ചെയ്ത ആൾക്കാരാണ്. അതായത് രാഷ്ട്രീയമായിട്ടുള്ള ഈ ഇറാന്റെ IRGC ഭരണകൂടത്തിന് എതിരെ നിലകൊള്ളുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഇതിന്റെ പൊളിറ്റിക്സ് മനസ്സിലാക്കിക്കോണം. എന്തുകൊണ്ടാണ് ഈ പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാരെ, അതായത് ഓപ്പോസിറ്റ് വോയിസിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ജയിലിനകത്ത് കൊണ്ട് ഇവരെ അടച്ചിരിക്കുന്നത്. അവരാണ് ഇപ്പോൾ എസ്കേപ്പ് ആയി പുറത്ത് വരാൻ പോകുന്നത്. അപ്പോൾ അവർ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഭരണകൂടത്തിനെതിരെ തീർച്ചയായിട്ടും നിലകൊള്ളും. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു റേസ ഫലവി ഷാ എന്ന് പറഞ്ഞ ആ ഒരു ഷാ ഭരണകൂടത്തിന്റെ നിലവിലെ അവകാശിയായിട്ടുള്ള ആൾക്ക് അവിടെ ആംഡ് ഫോഴ്സ് ഉണ്ട് ഇറാന്റെ ഉള്ളിൽ. അയാൾ കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ ആംഡ് ഫോഴ്സിനെയാണ് പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആംഡ് ഫോഴ്സ് ഇസ്രായേലിന്റെ സഹായത്തോടു കൂടിയും അവിടെയുള്ള ആംഡ് ഫോഴ്സ് തീർച്ചയായിട്ടും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഷാ ഫലവിയുടെ സപ്പോർട്ടോട് കൂടി കംപ്ലീറ്റ് ഇറാന്റെ കാര്യങ്ങൾ ടേക്ക് ഓവർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അത് എത്ര ക്വിക്കായിട്ട് നടക്കും എന്നുള്ളതാണ് നോക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ തകൃതിയായിട്ടുള്ള നോൺ സ്റ്റോപ്പ് അറ്റാക്ക് ഇറാന്റെ മേളിൽ തുടരുന്നത്. കാരണം എത്രയും വേഗം ഈ IRGC ഭരണകൂടത്തിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ടാസ്ക്. അങ്ങനെയാണ് നമുക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോസിൽ വരാം. താങ്ക് യു സോ മച്ച്.